ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു ആൻറ്റി ഏജിങ് പാക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ആൻറ്റി ഏജിങ്ങിൻ്റെ പൊട്ടറ്റോ ക്രീമുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ഇപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഓയിലുകളൊക്കെ മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനു വേണ്ടി വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ ചേർക്കുന്നു. മുക്കാൽ ടീസ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അതേപോലെ തന്നെ അർഗൻ ഓയിൽ, കുറച്ച് അർഗൻ ഓയിൽ മിക്സ് ചെയ്യുന്നു. ഇതൊരു ആൻറ്റി ഏജിങ് പാക്ക് കൂടെയാണ്. പാക്ക് വീട്ടിൽ തയ്യാറാക്കി ഇടാൻ പാടില്ലാത്തവർക്ക്, സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു സോപ്പ് മോൾഡ് പാക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് ആൽമണ്ട് ഓയിൽ, പിന്നെ നമുക്ക് ഗ്ലിസറിൻ ആവശ്യമാണ്. അപ്പോൾ ഗ്ലിസറിനും ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിനോളം ഒഴിക്കണം. ഇത്രയും ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ക്രീം നമ്മൾ ക്രീം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് അരോമ ഓയിൽസ് ആഡ് ചെയ്യണം. ഓരോ സ്പ്രിങ്കിൾസ് ഒക്കെ ആണെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ടുള്ളതും അങ്ങനെ ഇതിനകത്ത് നമുക്ക് അരോമ ഓയിൽസ് ആഡ് ചെയ്യാം. അരോമ ഓയിലും കൂടെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇതൊരു സ്കിൻ ടൈറ്റൻ ചെയ്യാനും ചുളുക്കുകളൊക്കെ കുറയ്ക്കാനുമായിട്ടും അതുപോലെ സ്കിൻ ഒരു ഗ്ലോ കിട്ടുവാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ആൻറ്റി ഏജിങ് പാക്ക് കൂടെ തയ്യാറാക്കി വയ്ക്കുന്നത്. ഇതിനകത്തെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഗോട്ട് മിൽക്ക് ഉണ്ട്, അതുപോലെ പൊട്ടറ്റോ ജ്യൂസ് ഉണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അർഗൻ ഓയിൽസും അതേപോലെ തന്നെ അരോമ ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഈ ക്രീമിനകത്ത് ഇപ്പോൾ നമ്മൾ ഒഴിച്ച ഓയിലും എല്ലാം നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആൽമണ്ട് ഓയിലിനകത്താണെങ്കിൽ നല്ല കൂടുതലായിട്ട് വൈറ്റമിൻ ഇ ഉണ്ട്, അത് സ്കിൻ ടോൺ നല്ലതായിട്ട് കൂട്ടുന്നു. അതുപോലെ തന്നെ അർഗൻ ഓയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് കൊളാജൻ കുറയുന്നതുകൊണ്ട് സ്കിൻ ലൂസാവുന്നത്. അപ്പോൾ അർഗൻ ഓയിൽ സ്കിന്നിൽ അളവ് കൂട്ടാനായിട്ട് നമുക്ക് അർഗൻ ഓയിൽ നല്ലതായിട്ട് പ്രയോജനം ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു സോപ്പിൻ്റെ മോൾഡ് വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ പാക്കൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ, ടൈം ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ മോൾഡിൽ ഇതുപോലെ പാക്ക് ഉണ്ടാക്കി ഇതുപോലെ ക്രീം രൂപത്തിലാക്കി ഇതുപോലെ ഓയിൽസും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ മോളിനകത്ത് നമുക്ക് ഒഴിച്ചു വെച്ച്
ദിവസം 2 ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈറ്റൻ ആവും, ടാൻ മാറും, കൊളോജൻ ബൂസ്റ്റ് ചെയ്യും. ഇത് ദിവസം 2 ടൈം നമ്മൾ രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ചെയ്യുന്ന കണക്ക് ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇത് പൊട്ടറ്റോ ജ്യൂസിൽ നമുക്ക് മിക്സ് ചെയ്യുന്നത് കൊണ്ട് പിഗ്മെൻറ്റേഷൻ, കണ്ണിന് താഴെയുള്ള കറുപ്പുകളെ ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ആൻറ്റി ഏജിങ് പാക്ക് സോപ്പ് രൂപത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പൊട്ടറ്റോ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആൻറ്റി ഏജിങ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടുകളെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ഉള്ളതാക്കും. അതുപോലെ ഗോഡ് മിൽക്ക് ഉണ്ട്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുന്നു. അത് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കുകയും റിങ്കിൾസ് ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അർഗൻ ഓയിൽ സ്കിൻ നല്ല ഇലാസ്റ്റിക് നല്ല എപ്പോഴും നമ്മളെ ഓയിലി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ആൻറ്റി ഏജിങ് പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പാക്കൊക്കെ ഇടാൻ സമയമില്ലാത്തവർക്കും അതുപോലെ ചെയ്യാൻ സാധിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ പാക്ക് ഉണ്ടാക്കി വെച്ച് നമ്മൾ ഡെയിലി 2 പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ എപ്പോഴും ഒരു ആൻറ്റി ഏജിങ് പാക്ക് എപ്പോഴും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് അരോമ ഓയിൽ, ഇതിനകത്ത് ഒരു കെമിക്കലും ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇതേപോലെ പാക്ക് ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ വെച്ചേക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഇതുപോലെ ഇതിൽ നിന്ന് ഒരു പാക്ക് എടുക്കുക. മുഖവും കൈയും കഴുത്തും എല്ലാം ഒന്ന് നല്ലതായിട്ട് റബ്ബ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നല്ലതായിട്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് സെറ്റാവും. അതിനുശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റി ഒരു സീൽ ചെയ്ത പേപ്പറിനകത്ത് വയ്ക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഈ ബബിൾസൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു സ്പ്രേ മേളിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ബബിൾസ് എല്ലാം പൊട്ടി നമുക്ക് നല്ലതായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഒരു 3 മണിക്കൂർ ഇതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊക്കെ വെക്കാതെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റാവും.
അല്ല, ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഫാനിട്ട് കൊടുത്താൽ മതി. ഒരു 3 മണിക്കൂർ ആകുമ്പോഴത്തേന് ഈ ഇത് സെറ്റാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.